ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ സംസ്ഥാനത്തെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സാഹചര്യം സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുൾപ്പെടെയുള്ള സൌഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇറാൻ. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ലയും പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാലെയിൽ നടക്കുന്ന സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. ഇതോടെ മത്സരചിത്രം തെളിയും. കേരളത്തിൽ ഇതിനകം 111 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. നാളെ അദ്ദേഹം തൃശൂരിൽ വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് മുന്നണികൾ കാഴ്ചവെക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി ജില്ലയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കനത്ത ചൂടിലും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാണ്. വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. നിലവിൽ 2 മണ്ഡലം UDFനും 1 മണ്ഡലം LDFന്റെ കൈവശമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള കൽപ്പറ്റ മണ്ഡലത്തിൽ തീപാറ് മത്സരമാണ് നടക്കുന്നത്. പ്രധാനമായും കുടുംബസംഗമങ്ങളും കൺവെൻഷനും വിളിച്ചു ചേർത്താണ് മുന്നണികളുടെ പ്രചാരണം. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രവും വ്യക്തമാകും. അടുത്ത ദിവസം മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വന്യമൃഗശല്യവും നെറ്റ്വർക്ക് പരിമിതികളും കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 3 പോളിംഗ് ബൂത്തുകളാണ് പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നത്. 2010-ൽ രൂപീകൃതമായ ഇടമലക്കുടി പഞ്ചായത്തിൽ 1800ഓളം വോട്ടർമാരാണ് ഉള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് നിരീക്ഷകർ നിർദ്ദേശിച്ചു. 85 കഴിഞ്ഞ മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷി വോട്ടർമാർ എന്നിവർക്കായുള്ള ഹോം വോട്ടിംഗ് മാർച്ച് 30-ന് തുടങ്ങുമെന്ന് കളക്ടർ അരുൺ K. വിജയൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോടെ മാത്രമേ അവരുടെ സ്ഥലത്ത് സ്ഥാപിക്കാവൂ എന്നും സർക്കാർ സ്ഥലങ്ങളിലോ പൊതുയിടങ്ങളിലോ പ്രചരണ ബോർഡുകളോ മറ്റു പ്രചരണ സാമഗ്രികളോ സ്ഥാപിച്ചതായി കണ്ടെത്തിയാൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കരുതി നടപടിയുണ്ടാകുമെന്നും നിരീക്ഷകർ അറിയിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിരീക്ഷണത്തിനായി 99 ഫ്ലൈയിംഗ് സ്ക്വാഡ്, 99 സ്റ്റാറ്റിസ്റ്റിക്സ് സർവേലൻസ് ടീം എന്നിങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ വോട്ടിംഗ് ശതമാനം കുറയുന്ന സാഹചര്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിന് സംസ്ഥാനത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാന നിയമസേവന അതോറിറ്റിയും ജനമൈത്രി പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എന്റെ വോട്ട് എന്റെ ശക്തി ക്യാമ്പയിൻ മറ്റന്നാൾ വൈകിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നിലപാടുകൾ കർശനമാക്കി ഇറാനും അമേരിക്കയും. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം കർശനമാക്കാൻ ടെഹ്റാൻ നീക്കം നടത്തിയപ്പോൾ മേഖലയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ സൈനിക നീക്കവുമായി അമേരിക്കൻ യുദ്ധക്കപ്പലായ ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് അടുക്കുകയാണ്. അതേസമയം ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ സൌഹൃദ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി പറഞ്ഞു. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണത്തിലുമാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. എല്ലാ റീറ്റെയിൽ ഇന്ധന ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും രാജ്യത്ത് ഒരിടത്തും LPG ഇന്ധനക്ഷാമമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പരത്താൻ ബോധപൂർവം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. അബുദാബിയിൽ സ്വീഹാൻ സ്ട്രീറ്റിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി തടയാൻ സാധിച്ചതായി UAE വ്യോമ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ലയും പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഷിഗല്ല രോഗം ബാധിച്ച് മരിച്ച കുട്ടി പഠിച്ചിരുന്ന അംഗൻവാടി അടച്ചിട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത പെരുവൽ ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് 13 പോസിറ്റീവ് കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ പ്രവർത്തകർ 274 വീടുകൾ സന്ദർശിക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളും പക്ഷികളെ കൊല്ലുന്ന പ്രവൃത്തിയും പൂർത്തീകരിച്ചു. 2670 പക്ഷികളെയാണ് ഇതുവരെ കള്ളിംഗ് നടത്തിയത്. തുടർ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. വിശദാംശങ്ങളിലേക്ക്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പോലീസുകാർ, ഇലക്ഷൻ പ്രചാരണത്തിൽ ഏർപ്പെടുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മാലെയിൽ നടക്കുന്ന സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ സംസ്ഥാനത്തെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സാഹചര്യം സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൌഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇറാൻ. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ലയും പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാലെയിൽ നടക്കുന്ന സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.